വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NMS ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ട് പോവാ എന്നതിലുപരി നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ എടുത്തു പോവാൻ. സോ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. നോക്കൂ, നമുക്ക് 4 സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട് അല്ലെ, 4 പദാർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതില് ഏതിനാണ് കൂടുതൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നോക്കൂ, നമ്മൾ വിചാരിക്കും മണ്ണെണ്ണ, പെട്രോൾ, അയ്യോ ഇതിനൊക്കെ ആയിരിക്കും ഭയങ്കര ഡെൻസിറ്റി. പക്ഷെ അതങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഇതാ ഈ ഒരു പാറ്റേൺ തന്നെയാണ് സാധാരണ നിങ്ങൾക്ക് തരാറ്. ഇതാ ഇരുമ്പിനാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വരും. നമ്മൾ വിചാരിക്കും മണ്ണെണ്ണ, പെട്രോൾ എന്നൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഡെൻസിറ്റി ആയിരിക്കും അല്ലെ. പെട്രോളിനൊക്കെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇവയിൽ ഡെൻസിറ്റി കൂടുതൽ എപ്പോഴും ഇരുമ്പിനായിരിക്കും. ഈ ഒരു ടീമിനെ തന്നെയാണ് പലപ്പോഴും തരിക ഒരുമിച്ച്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭൂമിയുടെ സെന്ററിൽ ഒരു വസ്തുവിന്റെ ഭാരം, ഒരു വസ്തുവിന്റെ വെയിറ്റ് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭൂമിയുടെ സെന്റർ ആണ്. നോക്കൂ, ഇതാണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. ഇതിന്റെ സെന്ററിൽ ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും എപ്പോഴും. ഇനി നമ്മൾ ഭൂമിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് നോക്കുകയാണെങ്കിലും അത് എത്രയായിരിക്കും? 0, വട്ട 0 ആയിരിക്കും എന്നെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ സയന്റിസ്റ്റ് ഹു ഡെവലപ്സ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഏത്? സയന്റിസ്റ്റ്, ഓഫ് കോഴ്സ് നമ്മളാൾ ആരാണ്? ന്യൂട്ടൺ ആണ് അല്ലെ. ന്യൂട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. The equations of force is formed by which Newton's laws of motion? ന്യൂട്ടന്റെ ഏത് നിയമപ്രകാരമാണ് ഫോഴ്സിന്റെ, ബലത്തിന്റെ ഇക്വേഷൻ ഉണ്ടായത്? ബലത്തിന്റെ ഏതാണ് ഇക്വേഷൻ? F സമം ma അല്ലെങ്കിൽ M × A എന്നുള്ളതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമപ്രകാരം വന്നതാണെന്നാണ് ചോദ്യം. ന്യൂട്ടൻ 3 ചലന നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ന്യൂട്ടന്റെ 1, 2, 3. ഇതിൽ ഏതിൽ വന്നതാന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ നിയമം മൂലം വന്നതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? F സമം M × A കേട്ടോ. അപ്പൊ രണ്ടാം ചലന നിയമമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടത് ന്യൂട്ടന്റെ ഏത് ലോ ആണ്? ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ് റോക്കറ്റ് വിക്ഷേപണവുമായിട്ട് ബന്ധമുള്ളത്. 3ാം ചലന നിയമം, 3rd law ആണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. The branch of physics which deals with the study of light is called. നോക്കൂ, പ്രകാശത്തെ കുറിച്ചിട്ടുള്ള പ്രകാശത്തെ കുറിച്ചിട്ടുള്ള ഭൗതിക ശാസ്ത്ര പഠന ശാഖ ഏതാണ്? പ്രകാശത്തെ കുറിച്ച് ഫിസിക്സിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒപ്റ്റിക്സ് ആണ് കേട്ടോ. എന്താണ്? ഒപ്റ്റിക്സ് എന്നാണ് നമ്മൾ അതിന് പറയാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ദ കളർ ഹാവിംഗ് ഹൈയസ്റ്റ് വേവ് ലെങ്ത്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. തരംഗദൈർഘ്യം കൂടിയ ഘടകവർണം ഇതിലേതാണ്? നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് അറിയുന്ന കാര്യമാണ്. വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സ് ഉണ്ട് അല്ലെ, മഴവില്ലിൽ കാണപ്പെടുന്ന കളേഴ്സ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇവരുടെ ഒരു ഓർഡർ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവർക്കാണ്. വലത്തേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് കൂടി വരും. അപ്പൊ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കായിരിക്കും? റെഡിനായിരിക്കും. ഓക്കെ, ഇനി നേരെ തിരിച്ചൊരു കണക്കുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങോട്ട് ഫ്രീക്വൻസി, ആവൃത്തി കൂടി വരും. ഇങ്ങോട്ട് വേവ് ലെങ്ത് ആണ് കൂടി വരുന്നതെങ്കിൽ ഇങ്ങോട്ട് ഫ്രീക്വൻസി, ആവൃത്തിയാണ് കൂടി വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് വയലറ്റിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് റെഡിനാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആർക്കാന്ന് ചോദിച്ചാൽ അത് റെഡിനാണ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാ, തരംഗദൈർഘ്യം ആർക്കാന്ന് ചോദിച്ചാൽ അത് വയലറ്റിനാണ്. ആ ഒരു ഓർഡർ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് വെക്കണം കേട്ടോ.
നെക്സ്റ്റ്, when a body falling from height its dash increases എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വസ്തുവിനെ ഞാൻ മുകളിൽ നിന്നും ഇങ്ങനെ താഴേക്ക് ഇടുന്ന സമയത്ത്, ഒരു വസ്തുവിനെ മുകളിൽ നിന്നും ഞാൻ ഇങ്ങനെ താഴേക്ക് ഇടുന്ന സമയത്ത് അതിന്റെ എന്താണ് കൂടുന്നത്? വെലോസിറ്റി, പ്രവേഗമാണോ, എനർജി ആണോ, ആക്സിലറേഷൻ ആണോ, അതോ അതിന്റെ വെയിറ്റ് ആണോ കൂടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു വസ്തുവിനെ താഴേക്കിടുന്ന സമയത്ത് അതിന്റെ കൂടുന്നത് പ്രവേഗമാണ് കേട്ടോ, വെലോസിറ്റി ആണ് കൂടുക. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചിലർ ആക്സിലറേഷൻ ഒക്കെ എഴുതി വെക്കും. ആക്സിലറേഷൻ ഒന്നും കൂടൂല, ആക്സിലറേഷൻ കൂടൂല, കുറയൂല. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുക, സ്ഥിരമായിട്ട് നിൽക്കുക, അതിനൊരു മാറ്റം വരില്ല കേട്ടോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സൗണ്ട് ലെവൽ ഇൻ ഡെസിബൽ? കണ്ടോ, DB എന്ന് എഴുതിയിട്ടുള്ളത് ഡെസിബൽ എന്നാണ്. ദാറ്റ് കോസസ് ഇയർ പെയിൻ. നമുക്ക് എല്ലാ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയാറുമില്ല, പറ്റാറുമില്ല. എന്നാൽ ചില ശബ്ദങ്ങളുടെ മുകളിലുള്ള അല്ലെങ്കിൽ ചില യൂണിറ്റുകളുടെ മുകളിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് ഭയങ്കര വേദന ഉണ്ടാകും. അത് എത്ര അളവിന് മുകളിലുള്ളതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ഹോംവർക്ക് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അന്വേഷിച്ച് കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, കമന്റ് ആയിട്ട് എല്ലാവരും അറിയിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.